ആവർത്തിച്ച് പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇപ്പോഴുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് കാരണം CIC മാത്രമാണ്. അതിലിടപെട്ടുകൊണ്ട് സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അതിന്റെ മധ്യസ്ഥന്മാരായി സമസ്തയോടൊപ്പം നിൽക്കുന്ന, സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെ സമസ്തക്കാരും സുന്നികളായ ആളുകളുമുണ്ട്. ഏത് കാര്യത്തിലും സമസ്തയോടൊപ്പം നിൽക്കാറുള്ള PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ആളുകളുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും സമസ്തയുടെ ആഭ്യന്തര കാര്യത്തിൽ വഹാബി ആശയം പേറുന്ന, മുജാഹിദ് ആശയം പേറുന്ന, മൗദൂദി ആശയം പേറുന്ന ആളുകൾ കടന്നു വരേണ്ടതില്ല എന്നാണ് പിന്നെയും ആവർത്തിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾ വന്നാൽ ഇവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകും. ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളുടെ ഉസ്താദുമാർക്കെതിരെ കുതിര കയറാൻ വന്നാൽ ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിക്കും, പ്രതികരിക്കും. അതിനാണ് ഇവിടെ SKSSF, അതിനാണ് SYS, അതിനാണ് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ. അത് മനസ്സിലാക്കണം. നിങ്ങൾ കുറെ കാലമായി തുടങ്ങിയിട്ട് സയ്യിദുൽ ഉലമക്കെതിരെ, ബഹുമാനപ്പെട്ട ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിനെതിരെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ് കുത്തി വേട്ടയാടാൻ തുടങ്ങിയിട്ട് ആര്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള വഹാബികളാണെങ്കിലും മൗദൂദികളാണെങ്കിലും നിങ്ങളായിട്ട് തുടങ്ങിയത്. അല്ലാതെ ഇവിടെ മുസ്ലിം ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളല്ല, ഇവിടുത്തെ ഉമറാക്കളല്ല. ഇവിടെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചത് പ്രത്യേകിച്ച് മൗദൂദികളുടെ കുതന്ത്രമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ പ്രതിരോധത്തിന്റെ വലിയൊരു നേട്ടം ഞങ്ങൾക്ക് ഇപ്പൊ അനുഭവിക്കാനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളെയൊക്കെ അറബിക്കടലിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ഏത് ലബോറട്ടറിയെയും അത് വലിച്ചെറിയാൻ പ്രതിജ്ഞാബദ്ധമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഇത്തിക്കണ്ണി പോലെ വളരാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. വലിയ വലിയ പഴക്കമുള്ള മരങ്ങളിൽ കയറി ഇത്തിക്കണ്ണി പോലെ ആ മരങ്ങളിൽ കയറി അതിന്റെ ഊർജവും വെള്ളവും വളവും ഊറ്റിക്കുടിച്ച് വളരാമെന്ന് ജമാഅത്തെ ഇസ്ലാമി മോഹിക്കുന്ന നിങ്ങളുടെ പിറകെ ഞങ്ങളുണ്ട് എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളാണ് ഈ കലാപമുണ്ടാക്കിയത്. സമസ്തക്കടയിൽ ഈ ആഭ്യന്തര പ്രശ്നമുണ്ട് എന്ന് നിങ്ങളുടെ ചാനലും നിങ്ങളുടെ പത്രവുമാണ് ഈ കുതന്ത്രങ്ങൾ ഒരുക്കിയത്. മറ്റ് ചാനലുകൾ ഞങ്ങളോട് പറയാറുണ്ട്, ഞങ്ങളുടെ നേതാക്കളോട് പറയാറുണ്ട്, ഈ മീഡിയ വൺ ചാനൽ ഇങ്ങനെ കൊടുക്കുമ്പോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യാ? അപ്പൊ ഞങ്ങളും അതിന്റെ വഴിക്ക് വരികയാണ്. നിങ്ങളാണ് അവർക്ക് മാതൃക. ഈ കുത്തിത്തിരിപ്പിന് അത് അവസാനിപ്പിക്കുന്നത് വരെ ഞങ്ങൾ ഈ ആദർശ പോരാട്ടവുമായി നിങ്ങളുടെ പുറകെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കല്ലി വല്ലി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇത് തീരും. ഇതൊക്കെ ചെറിയ ചെറിയ ഇതിനേക്കാൾ വലിയ വിഷയങ്ങളായിരുന്നു തബ്ലീഗ് ജമാഅത്ത്, ആലുവ തരീഖത്ത്, ഒരിശ തരീഖത്ത്. അതിനെതിരൊക്കെ തീരുമാനം വന്നപ്പോ ഞാൻ അതിന്റെ കാര്യം ചിലത് പറയാം. കാരണം ഇന്നിപ്പോ ഈ സമ്മേളനം അടുത്ത് നിൽക്കുമ്പോ കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതുവരെ മാളത്തിലുള്ള ആളുകളൊക്കെ പുറത്തു വന്നിട്ട് ഇപ്പൊ കുറെ വെല്ലുവിളി, ഞങ്ങൾ ആ ചൂണ്ടക്കുളത്തുമ്മേ കൊത്തി വരുമെന്ന് അവരുടെയൊക്കെ ധാരണ. ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. കാരണം ഞങ്ങളൊക്കെ സമ്മേളന തിരക്കിലാണ്. ഇൻഷാ അല്ലാഹ് സമ്മേളനം 8-ാം തീയതി കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനിടയിൽ ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി, കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ എന്താ ചർച്ച, സമ്മേളനത്തിൽ ഒരുപക്ഷെ ഗിന്നസ് റെക്കോർഡ് ഭേദിക്കുന്ന സമ്മേളനം 33,313 ആളുകളാണ് പങ്കെടുക്കുന്നത്. ആ 33,313 ആളുകൾ ക്യാമ്പിൽ അവരവിടെ ഖത്മുൽ ഖുർആൻ നടത്തും. 33,313 യാസീൻ ഓതും. 3,313 ഖത്മുകൾ തീർക്കും. എല്ലാ ദിവസവും ഹദ്ദാദുകളും ഈ 10,000 അവർ തഹജ്ജുദ് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും. ആ ക്യാമ്പിലേക്ക് വരുന്ന ആളുകൾക്കുള്ള ടാസ്കുകൾ, നിർദ്ദേശങ്ങൾ, അവിടുത്തെ സംവിധാനങ്ങൾ, 35,000 വരുന്ന കസേരകൾ അവിടെ ഇറക്കപ്പെട്ടു. എണ്ണം ഇത് വെറുതെ ഏതെങ്കിലും കണക്ക് പറയുകയല്ല. അവിടെ 33,000-ലധികം ആളുകൾ ഉണ്ടാകും ആ ക്യാമ്പിൽ. സമയം കിട്ടുന്ന ആളുകൾക്ക് അവിടെ വന്ന തലയെണ്ണം ഇതൊരു വെല്ലുവിളിയാണ് എന്ന് മനസ്സിലാക്കിക്കോ. അങ്ങനത്തെ ഒരു മഹാത്ഭുതം അവിടെ നടക്കാൻ പോകുമ്പോ ചാനലുകൾ, പത്രങ്ങൾ, ഇന്നലെ മാതൃഭൂമി പത്രത്തിന്റെ ഒരു പട അവർ വന്നിട്ട് ഇങ്ങനെ ഒരു സമ്മേളനം ആദ്യമാണല്ലോ. ഞങ്ങൾ എല്ലാ ദിവസവും ഇത് വിശാലമായ റിപ്പോർട്ട് ഞങ്ങളുടെ പത്രത്തിലുണ്ടാകും. മനോരമക്കാർ വരുന്നു, അവരുടെ ചാനലുകൾ വരുന്നു. എല്ലാവരും അത്ഭുതത്തോടുകൂടെ നോക്കിക്കാണുക ആ സമ്മേളനത്തെ. എല്ലാവരും അതിന്റെ കൗതുകങ്ങൾ. അപ്പൊ അത് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞങ്ങളെ കുറച്ച് ആളുകള് ഈ വിവാദത്തിലേക്ക് വലിച്ചു വെക്കാൻ വേണ്ടിയിട്ട് CIC-യുടെ കുറച്ച് കുട്ടികൾ ഇപ്പൊ വെല്ലുവിളിയൊക്കെ ആയിട്ട് ഇറങ്ങി വരിക. സംവാദത്തിന് തയ്യാറുണ്ടോ എന്നൊക്കെയാണ് ചോദ്യം. ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ പറയാം. ഇവിടെ
സമസ്തയും തമ്മിലല്ലേ പ്രശ്നം? ഞങ്ങളൊക്കെ ചെയ്ത ദൗത്യം എന്താണ്? സമസ്തയുടെ തീരുമാനം വിശദീകരിക്കുക. ഏത് കാര്യത്തിലും വഹാബികൾക്കെതിരെ ഞങ്ങൾ പറയുന്ന സമസ്തയുടെ തീരുമാനങ്ങളാണ്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്താ? സമസ്തയുടെ തീരുമാനങ്ങളാണ്. തബ്ലീഗ് ജമാഅത്തിനെതിരെ പറയുന്നത് എന്താ? സമസ്തയുടെ തീരുമാനം എന്താ? ആലുവ തരീഖത്തിനെതിരെ സമസ്തയുടെ തീരുമാനങ്ങളാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാര് നമ്മെ പഠിപ്പിച്ചു തന്നു. CIC-ക്കെതിരെ നടപടി സ്വീകരിച്ചപ്പോ മലപ്പുറത്തെ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലേക്ക് സമസ്തയുടെ പ്രവർത്തകരെ, പ്രഭാഷകരെ, കീഴ്ഘടകത്തിന്റെ നേതാക്കളെ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ വിളിച്ചു. സയ്യിദുൽ ഉലമയാണ് പ്രസംഗിച്ചത്, MT ഉസ്താദാണ് പ്രസംഗിച്ചത്, അബ്ദുസമദ് പൂക്കോട്ടുകാരാണ് പ്രസംഗിച്ചത്. ഇങ്ങനെയുള്ള ആളുകളുടെ പ്രസംഗം ഇപ്പോഴും യൂട്യൂബിലില്ലേ? അവരാണ് ഞങ്ങളെ ഈ വിഷയങ്ങൾ ആദ്യം പഠിപ്പിച്ചു തന്നത്. അവര് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളൊക്കെ നാടായ നാടുകളിലും വേദികളായ വേദികളിലുമൊക്കെ നിരന്തരം വിശദീകരിച്ച് എന്തുകൊണ്ടാണ് CIC-ക്കെതിരെ നടപടി സ്വീകരിച്ചത്, അതിന്റെ നാൾ വഴികൾ പറയാറുണ്ട്. എന്താണ് അവർ ചെയ്ത തെറ്റ്, ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു, ഇനി എന്താ പരിഹാരം ഞങ്ങൾക്ക് നിർദ്ദേശിക്കാറുണ്ട്. അപ്പോ ഇവര് തന്നെ ഇപ്പൊ പറയുന്നു, ഞാന് വെട്ടുകാട് ഒരു പ്രസംഗം നടത്തിയപ്പോ ആ പ്രസംഗത്തിൽ ചില വസ്തുതകൾ സൂചിപ്പിച്ചപ്പോ അതിന്റെ ക്ലിപ്പുകൾ മുറിച്ചിട്ട് ഒരു വാഫി, CIC-യുടെ ഉത്തരവാദിത്തപ്പെട്ടയാളാണ്, അതിന്റെ ജോയിന്റ് സെക്രട്ടറിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഹമ്മദ് അലി വാഫി എന്നാണ് പേര്. അയാൾ ഫേസ്ബുക്കിൽ വന്നിട്ട് വലിയൊരു വെല്ലുവിളി, സലാഹുദ്ദീൻ ഫൈസി സംവാദത്തിന് തയ്യാറുണ്ടോ? ഞാനൊന്ന് പറയുന്നു, സംവാദത്തിന് വെല്ലുവിളിക്കേണ്ടത് ഫേസ്ബുക്കിൽ വന്നിട്ടല്ല, ബസ് സ്റ്റാൻഡിൽ വന്നിട്ടല്ല, റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടല്ല. സംവാദത്തിന് വെല്ലുവിളിക്കേണ്ടത് മാന്യമായി അതിന്റെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. സമസ്ത വഹാബികളോട് സംവാദം നടത്തിയിട്ടുണ്ട്, ജമാഅത്തുകാരോട് സംവാദം നടത്തിയിട്ടുണ്ട്, പല കക്ഷികളോട് സംവാദം നടത്തിയിട്ടുണ്ട്. ആ സംവാദം നടത്തുന്ന രീതി എന്താണ്? ആര് തമ്മിലാ പ്രശ്നം? സമസ്തയുമായിട്ടാ പ്രശ്നം. CIC-യും സമസ്തയും നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ആ വീഡിയോയിൽ 12 കത്തടപാടുകൾ നടത്തി. ഞാൻ പറയുന്ന 12 അല്ല, അതിലപ്പുറം കത്തടപാടുകൾ നടത്തിയിട്ടുണ്ട്. CIC-യും സമസ്തയും തമ്മിൽ. CIC-യുടെ ലെറ്റർ പേഡിൽ അങ്ങോട്ട് കൊടുത്തു, സമസ്തയുടെ ലെറ്റർ പേഡിൽ ഇങ്ങോട്ട് കൊടുത്തു. മധ്യസ്ഥന്മാർ മുഖേന സംസാരങ്ങൾ നടന്നു. സമസ്ത മുശാവറയാണ് നിങ്ങൾക്കെതിരെ തീരുമാനമെടുത്തത്, നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് സംവാദത്തിന് വെല്ലുവിളിക്കേണ്ടത് നിങ്ങൾ സമസ്തയാണ്. അതുകൊണ്ടല്ലേ പ്രശ്നം അവസാനിക്കുള്ളൂ. നമ്മൾ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ വേണ്ടി ഭയപ്പാടുണ്ടായത് കൊണ്ടല്ല. ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം, ആവശ്യം വന്നാൽ നിങ്ങളുടെ ഈ വാഫി കുട്ടികളോടല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് CIC-യുടെ ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ ഹക്കീം ഫൈലി ആദർശേരിയോട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്, ഞാൻ ഒറ്റക്ക് തയ്യാറാണ്. പക്ഷേ അത് ഔദ്യോഗികമായിരിക്കണം. CIC-യുടെ ലെറ്റർ ഹെഡിൽ അങ്ങനെ ആ സംവാദത്തിന് വെല്ലുവിളിക്കുക, ഇരുന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ്. പിന്നെ നിങ്ങളൊരു മേശയുടെ ചുറ്റുഭാഗത്തിരുന്ന ചർച്ച, മേശയുടെ ചുറ്റുഭാഗത്തല്ല സംവാദം. സംവാദത്തിന് അതിന് 2 കക്ഷികൾ 2 ഭാഗത്തും നിശ്ചയിത എണ്ണപ്പെട്ട ആളുകൾ ഉണ്ടാകും. അതിന് വ്യവസ്ഥ എഴുതും, എന്തൊക്കെയാണ് വാദങ്ങൾ പറയും, അതിനനുസരിച്ചാണ് വാദപ്രതിവാദം. ഞങ്ങൾ തയ്യാറാ. ഞാൻ അതിന് സമസ്തയുടെ മുശാവറയിൽ നിന്ന് ആരും വേണ്ട, അതിൽ നിന്ന് ഞങ്ങളെക്കാൾ മുതിർന്ന ഉസ്താദുമാര് വേണ്ട, നിങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ച ആളുകൾ വേണ്ട. പക്ഷെ ഞങ്ങളിത് കുളം കലക്കുകയല്ല, അവിടേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്കൊരു വെളിവാതിൽ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്, ഞങ്ങളും അത് കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉമ്മാക്കി പറഞ്ഞ് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാമെന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ട. അപ്പൊ അത് കഴിഞ്ഞപ്പോ അടുത്തത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ അമീദ് വൈസിയോടെ വെല്ലുവിളി സംവാദത്തിന് തയ്യാറുണ്ട്. ഇതേ വാഫി അയാള് ഫേസ്ബുക്കിലിട്ടത് എന്താ? നിങ്ങൾ പരിധി നോക്കിയാൽ അറിയാം. അയാൾ ഫേസ്ബുക്കിലിട്ടത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി ഉസ്താദിനെതിരെ 11 ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ മുഹമ്മദ് അലി വാഫി, നിങ്ങൾ 2 പോസ്റ്റുകളിൽ പച്ചക്കളമാണ് ആവർത്തിച്ചത്. അമീദ് ഫൈസിയോ അല്ലെങ്കിൽ സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും, സമസ്തക്കോ മറ്റെവിടെയെങ്കിലും 11 ആരോപണങ്ങൾ ഉന്നയിച്ചു എന്ന് തെളിയിച്ചാൽ അത് അടുത്ത വെല്ലുവിളിയാണ്. അമീദ് ഫൈസി ഉസ്താദിനോടൊപ്പം ഞങ്ങളും നിങ്ങളോടൊപ്പം വാദപ്രതിവാദത്തിന് തയ്യാറാണ്. ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്, ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുന്നത്. സാധുവിനൊരു അബദ്ധം പറ്റിയതാ. സംഭവിച്ചത് എന്താണെന്നറിയോ? ചില വിഷയങ്ങൾ ഉണ്ടാകുമ്പോ പരാതികൾ കൊടുക്കാറുണ്ട്, ഇത് സ്വാഭാവികമാണ്. പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോ പരാതികളൊക്കെ എഴുതി കൊടുക്കാറുണ്ട്. ബഹാവുദ്ദീൻ ഉസ്താദിനെതിരെ 11 ആളുകൾ എഴുതി ഒപ്പിട്ട് കൊടുത്തൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അതാ വിഷയം. അത് ഈ സാധു മനസ്സിലാക്കി 11 ഒരു കാര്യം ഫേസ്ബുക്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിലെ വെല്ലുവിളിയും ബസ് സ്റ്റാൻഡിലെ വെല്ലുവിളി റെയിൽവേ സ്റ്റേഷനിലെ വെല്ലുവിളി ഒരുപോലെ കാണുന്നു പറഞ്ഞത്. വെല്ലുവിളിക്കുമ്പോ കാര്യം ഒന്ന് പഠിക്കേണ്ട. ആദ്യം ഈ സാധുവിന് മനസ്സിലായിട്ടില്ല. ഒരു
ഒരു വിഷയത്തിൽ സംഘടനയിൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ സമസ്തയുടെ മുശാവറയോട് ഒരു വിഷയവുമായി ബഹാവുദ്ദീൻ ഉസ്താദിന്റെ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട ഒരു പരാതി 11 ആളുകൾ അവരുടെ പേരെഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ചാനലിലൊക്കെ വന്നതാണ്, അതുകൊണ്ട് നമ്മൾ പരസ്യമായി പറയാണ്. ആ 11 ആളെഴുതി ഒപ്പിട്ടപ്പോ ഈ സാധനം മനസ്സിലാക്കി 11 ആരോപണങ്ങളും 11 ചാർജ് ഷീറ്റൊക്കെ കൊടുത്തതാണ്. ഒരു വിഷയം ആദ്യം പഠിക്കണ്ടേ? ഈ നിലവാരമാണ് ഇവരെ എല്ലാ കാര്യത്തിലും, അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവരുടെയൊക്കെ വെല്ലുവിളികളുടെ പവർ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇനി ഞാൻ അതിൽ 1-2 കാര്യങ്ങൾ ഏറ്റവും അവസാനം സംഭവിച്ചത് പറയാം. നിങ്ങൾക്കൊക്കെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. സമസ്ത ഇത് ചാടിപ്പടഞ്ഞ് തീരുമാനം എടുത്തതല്ല. സമസ്ത ഇടപെടുന്നതിന് മുമ്പ് ഈ വിവാദം തുടങ്ങിയത് എന്നാലും 2018 മുതൽ അല്ല, അതിനു മുമ്പ് 2017 മുതൽ 2013 മുതൽ തന്നെ അവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങി. കാരണം വളാഞ്ചേരി മർക്കസിന്റെ കീഴിൽ തുടങ്ങിയ വാഫി സംവിധാനം വളാഞ്ചേരി മർക്കസ് കമ്മിറ്റിയും CICയും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ആദ്യം തുടങ്ങിയത്. 2017 സനത് നൽകിയപ്പോ വളാഞ്ചേരി മർക്കസിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വളാഞ്ചേരി മർക്കസിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും സമസ്തയുടെ സ്ഥാപനമല്ലേ വളാഞ്ചേരി മർക്കസ്, അവരാവശ്യപ്പെട്ടു വാഫി സർട്ടിഫിക്കറ്റിൽ തഹത്ത ഇശ്റാഫി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് കൊടുക്കണം. സമസ്തയുടെ കീഴിലാണ് ഈ സംവിധാനം. എന്താ അഭിമാനമല്ലേ കൂട്ടരെ? ഞങ്ങളൊക്കെ ജാമ്യയിൽ നിന്ന് സനത് വാങ്ങിയോ? ഞങ്ങളുടെ സനതിലുണ്ട് സമസ്തയുടെ കീഴിലാണ്, സമസ്തക്ക് അനുസരിച്ച് സമസ്തയുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകണം. ഞങ്ങൾ സനതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സനദിൽ അങ്ങനെയാ, സമസ്തയുടെ കീഴിലാണ് നമ്മുടെ സ്ഥാപനങ്ങൾ. അത് സർട്ടിഫിക്കറ്റിലും സനദിന്റെ സർട്ടിഫിക്കറ്റിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത് വേണമെന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോ എഴുതി ഒപ്പിട്ട് തീരുമാനമാക്കി കൊടുത്തപ്പോ അംഗീകരിക്കാൻ അബ്ദുൽ അക്കീൽ ഫൈലി കൂട്ടരും CICയുടെ അന്നത്തെ ആളുകൾ തയ്യാറായില്ല. അത് മുതലാ പ്രശ്നം തുടങ്ങിയത്. തീർപ്പുണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ടോ? തീർപ്പുണ്ടായോ? തങ്ങൾ അതിനെ ചോദ്യം ചെയ്ത് പിന്നെയും കത്ത് കൊടുത്തു. എന്തുകൊണ്ട് നമ്മുടെ തീരുമാനം നടപ്പാക്കിയില്ല? എന്തുകൊണ്ട് തഹത്ത ഇശ്റാഫ് സമസ്ത എന്ന് കൊടുത്തില്ല? വാഫി സംവിധാനം വളാഞ്ചേരി മർക്കസിന്റെ കീഴിലല്ലേ, മർക്കസല്ലേ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്? തങ്ങൾ കത്ത് കൊടുത്തു. 2017 18 ഈ നിരന്തരമായ ചർച്ചകൾ നടന്നു. സമസ്ത അന്ന് ഇടപെട്ടിട്ടില്ല. പിന്നീടാണ് സമസ്ത ഇടപെടുന്നത്, സമസ്തയുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോഴാ സമസ്ത ഇടപെടാൻ തുടങ്ങിയത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ അസ്വാരസ്യം തുടങ്ങിയിട്ടുണ്ട്. ആ വിഷയത്തിന് ഇന്നേ വരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. വാഫികളുടെ സർട്ടിഫിക്കറ്റിൽ ഇന്നേ വരെ തഹത്ത ഇശ്റാഫ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രേഖപ്പെടുത്താൻ തയ്യാറായില്ല. നന്ദി കേടല്ലേ അത്? ഇത് തുടങ്ങുമ്പോൾ വാഫി സിലബസ് തുടങ്ങുമ്പോൾ സമസ്തയുടെ കീഴിൽ സമസ്ത മുശാവറ അംഗീകരിച്ച സിലബസ് ചന്ദ്രികാ പത്രത്തിലൊക്കെ ആദ്യം പരസ്യം കൊടുത്തത് അങ്ങനെയാ. വാഫിയിലേക്ക് കുട്ടികളെ ചേർക്കാൻ SSLC കഴിഞ്ഞ കുട്ടികൾ വരണം ചേരണം. സമസ്ത അംഗീകരിച്ച് ബോധ്യപ്പെട്ട സിലബസ് ആണ്, സമസ്തയുടെ കീഴിലാണ്. ഇവർ പരസ്യം കൊടുത്തില്ലേ? കാരണം സമസ്ത അംഗീകരിച്ചു എന്ന് പറഞ്ഞാലേ ആളെ കിട്ടൂ, ആളുകൾ വരൂ. അതിനുവേണ്ടി സമസ്തയാണ് സമസ്തയുടെ കീഴിലെന്ന് പറഞ്ഞു വെച്ച് ഇപ്പോൾ അവസാനം എത്തിയപ്പോൾ ആളും അർത്ഥക്കാർ സർട്ടിഫിക്കറ്റ് കൊടുക്കാനായപ്പോ ഞങ്ങൾക്ക് സമസ്തയെ വേണ്ട. പിന്നെ രണ്ടാമത്തെ വിവാദമുണ്ടായി. പെൺകുട്ടികളുടെ വിവാഹം, വഫിയ കുട്ടികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കോഴ്സ് കഴിഞ്ഞാലേ വിവാഹം പാടുള്ളൂ. സമസ്ത അതിൽ ഇടപെട്ട് ചർച്ച നടത്തി. പിന്നെ അതേപോലെ ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തെ ഉപദേശക സമിതിയിൽ പെടുത്തി. സമസ്ത അതിനെതിരായി നിലപാട് പറഞ്ഞു. ഒരു കാര്യം, ഞാൻ എന്റെ പ്രസംഗത്തിനെതിരെ വീഡിയോ ഇറക്കി വെല്ലുവിളിച്ച ആള് അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ അംഗീകരിച്ചു. ഒരു തെറ്റിദ്ധരിപ്പിക്കല, കാര്യം മനസ്സിലാക്കണം. ജസ്റ്റിസ് കമാൽ പാഷ നമുക്കറിയാം, അദ്ദേഹം നമ്മുടെ വിശ്വാസത്തിന് എതിര്, സുന്നി വിശ്വാസത്തിനെതിരെ എന്ന് മാത്രമല്ല പല വിഷയത്തിലും ശരീഅത്തിന് എതിരെ വരെ നിലപാട് സ്വീകരിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് നമ്മൾ കുറ്റം പറയില്ല. നല്ല പ്രഗത്ഭനായ വക്കീലാണ്, നിയമവിശാരദനാണ്, അഡ്വക്കറ്റാണ്, നല്ല കഴിവുള്ള ആളാണ്. ആ രംഗത്ത് ബഹുമാനിക്കപ്പെടേണ്ട ആളാണ്. പക്ഷേ മതബോധം, മതപരമായ അറിവില്ലാതെ വരുമ്പോ പണ്ട് MESനും പറ്റിയത് അത് തന്നെയല്ലേ? ശരീഅത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊക്കെ വരുമ്പോ അങ്ങനത്തെ ഒരാളെ സമസ്തയുടെ സംവിധാനത്തിന്റെ ഉപദേശ സമിതിയാക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ അന്ന് ഇവരെ അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ സമസ്ത പറഞ്ഞപ്പോ അംഗീകരിച്ചു എന്ന്. എനിക്കെതിരെ മറുപടി പറഞ്ഞപ്പോ ആ മറുപടി പ്രസംഗകൻ എന്റെ സുഹൃത്താണ് അഹമ്മദ് ഫൈലി കക്കാട്, അഹമ്മദ് വാഫി കക്കാട് എന്ന് പറയാറുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ സമസ്ത പറഞ്ഞപ്പോ അംഗീകരിച്ചു. ഇല്ല ഫൈലി, ഇല്ല വാഫി, നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല. സമസ്ത പറഞ്ഞപ്പോ നിങ്ങൾ അതിന് വിലങ്ങു നിൽക്കുകയാണ് ചെയ്തത്. കമാൽ പാഷയെ മാറ്റണമെന്ന് സമസ്ത മുശാവറ കൂടി നിങ്ങൾക്ക് കത്ത് നൽകിയപ്പോ നിങ്ങൾ നടപ്പാക്കാൻ തയ്യാറായിട്ടില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോ കമാൽ പാഷയെ നിങ്ങൾക്കും
പറ്റാതായി, അപ്പങ്ങൾ ഒഴിവാക്കി. അതുണ്ടായത്. എന്നിട്ട് പിന്നെ ഒരു കളവ് പ്രചരിപ്പിക്കാം, സമസ്ത പറഞ്ഞിട്ടാണ് ഞങ്ങൾ കമാൽ പാഷയെ മാറ്റിയത്. അല്ല, അത് ശുദ്ധ കളവല്ലേ? അതിന്റെ രേഖാമൂലം നിങ്ങളോട് ചർച്ചയ്ക്ക് ഞങ്ങളും തയ്യാറാണ്. കമാൽ പാഷയെ സമസ്തയുടെ നിർദ്ദേശപ്രകാരമല്ല നിങ്ങൾ മാറ്റിയത്. പെൺകുട്ടികളുടെ വിവാഹ സമയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഉസ്താദുമാരോട് പറഞ്ഞതെന്താ? അത് അംഗീകരിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞെന്താ? ഞങ്ങള് അതിനൊരു കിതാബിയായ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നാ പറഞ്ഞത്. സമസ്ത ഒരു കാര്യം പറയുമ്പോൾ അംഗീകരിക്കണ്ടേ? അങ്ങനത്തെ ഒരു കാര്യം അത് മസാല മാത്രമല്ലല്ലോ. സമസ്തയുടെ മുന്നിലുള്ള സാമൂഹികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് പ്രകാരം ഈ മുതിർന്ന ഈ മുഷാവർ ഒരു കാര്യം തീരുമാനിച്ച അത് സമസ്തയുടെ കീഴിലുള്ള ഒരു സംവിധാനം അംഗീകരിക്കണ്ടേ? അതിന് പകരം ഞങ്ങൾ കിതാബ് വെച്ചിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, നിങ്ങളുടെ സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. സമസ്തയെ വെല്ലുവിളിക്കുക, നിങ്ങളത് അംഗീകരിക്കുകയല്ല ചെയ്തത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? പിന്നെ ഭരണഘടനാ മാറ്റം അംഗീകരിച്ചു. ഇല്ല, ഈ വാഫികളോടും ഇത് പറഞ്ഞ സുഹൃത്തുക്കളോടും ഞങ്ങൾ വെല്ലുവിളിച്ച് തന്നെ പറയുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വെല്ലുവിളിച്ചപ്പോൾ അങ്ങോട്ടും വെല്ലുവിളിക്കാം. 2004 സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഒപ്പിട്ട ഭരണഘടന, ആ ഭരണഘടന നിങ്ങൾ 2022 തിരുത്തിയത്. സമസ്തയെ നിങ്ങൾ വെട്ടിമാറ്റി. ഒന്നാമത്തെ ലക്ഷ്യത്തിന് സമസ്തയെ വെട്ടിമാറ്റി. എന്നിട്ട് ഇവരിങ്ങനെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്, അത് ഭരണഘടന ഞങ്ങൾ ഭേദഗതി ചെയ്യാൻ കാരണം അത് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഞങ്ങളോട് അഡ്വൈസർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വക്കീൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് ഫൈറിയോട്, ഈ മുഹമ്മദ് അലി വാഫിയോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, ഭരണഘടനയിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിഷയം അത് എല്ലാ സ്ഥാപനങ്ങൾക്കും വന്നിട്ടുണ്ട്. ഞങ്ങളൊക്കെ പല സ്ഥാപനത്തിലെ കമ്മിറ്റിയിലുണ്ട്. ഞാൻ പൊട്ടത്തറ അൻവരിയുടെ കമ്മിറ്റിയിൽ ജോയിന്റ് സെക്രട്ടറിയാണ്, വല്ലപ്പുഴ യത്തീംഖാനയിൽ ജോയിന്റ് സെക്രട്ടറിയാണ്. പല സ്ഥാപനങ്ങളിലും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ഒരു അമെന്റ്മെന്റ് എല്ലാ സ്ഥാപനങ്ങളുടെ ഭരണഘടനയിലും വരുത്തേണ്ട ഒരു സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായി. അത് ശരിയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വക്കീലുമാര് പറഞ്ഞു തരുന്ന ഒരു പാരഗ്രാഫ് ഭരണഘടനയിൽ ആഡ് ചെയ്യൽ മാത്രമാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലോ. അത് വക്കീൽ പറഞ്ഞതുകൊണ്ടാണ്. എന്ത് സമസ്തനെ വെട്ടിമാറ്റാൻ വക്കീൽ പറഞ്ഞോ? അഹമ്മദ് ഫൈലിയോട്, മുഹമ്മദ് അലി വാഫിയോട് നിങ്ങൾ ആ വക്കീൽ ആരാണെന്ന് വെളിപ്പെടുത്തുമോ? ആദ്യത്തെ ഉദ്ദേശ ലക്ഷ്യത്തിൽ നിന്ന് വാഫി സംവിധാനം CIC സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും തീരുമാനവും അനുസരിച്ച് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങൾ നടത്തലാണ് ലക്ഷ്യം എന്നിടത്ത് നിന്ന് നിങ്ങൾ സമസ്തയെ പറ്റ വെട്ടുമാറ്റിയിട്ട് സമസ്തയൊന്നുമില്ലാതെ സുന്നത്ത് ജമാഅത്തും അവിടെ പറയാതെ കേവലം പൊതുവായി കുറെ മതഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ നടത്തുമെന്ന് വെട്ടിമാറ്റാൻ ഏത് വക്കീലാണ് ഭരണഘടനയിൽ അമെന്റ്മെന്റ് വരുത്താൻ നിങ്ങൾ ഉപദേശിച്ചത്? ആ വക്കീലിന്റെ പേരെന്ന് പറയുമോ? തെറ്റിദ്ധരിപ്പിക്കരുത്. വിവരമുള്ള ഒരു വക്കീലും അത് പറയൂല. ഞങ്ങളും ഈ ഭരണഘടനയൊക്കെ അമെന്റ്മെന്റ് വരുത്തിയവരാ. ഉപദേശ സമിതി ചെയർമാൻ, ഉപദേശ സമിതിയിലെ 3 ആളുകൾ, സമസ്തയുടെ പ്രസിഡന്റ്, പട്ടിക്കാട് ജാമ്യയുടെ പ്രസിഡന്റ്, ഒരു നിയമവിശാരദൻ, അതായിരുന്നു. അത് നിങ്ങൾ മാറ്റിയില്ലേ? എന്തിനു വേണ്ടി? സമസ്തയുടെ പ്രസിഡന്റിനെ നിങ്ങൾക്ക് പറ്റാത്തത് കൊണ്ട് സമസ്തയുടെ പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടി ഏത് വക്കീലാണ് നിങ്ങൾ ഉപദേശിച്ചത്? ഞങ്ങൾക്കറിയണം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതേപോലെ ആ ഭരണഘടനയിൽ നിങ്ങൾ വഫിയ പ്രതിനിധികളെ, പെൺകുട്ടികളെ ഭരണഘടനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഏത് വക്കീലാണ് നിങ്ങൾ നിർദ്ദേശിച്ചത്? 2004 ഹൈദർ അലി ശിഹാബ് തങ്ങൾ എഴുതി ഒപ്പിട്ട് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഭരണഘടന നിങ്ങൾക്ക് വേണ്ടി സമസ്തയെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഭേദഗതി ചെയ്തു. എന്നിട്ട് ഏതെങ്കിലും പേര് പറയാത്ത വക്കീലിന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഇതിന് ചർച്ചക്കൊക്കെ തയ്യാറാണ്. ഇൻഷാല്ലാ സമ്മേളനം കഴിയട്ടെ. നിങ്ങൾ ലെറ്റർ പേര് തന്നോ? ഇതൊക്കെ ഞങ്ങൾക്ക് രേഖാമൂലം ഞങ്ങൾക്ക് അറിയണം. ഇത് നിങ്ങളാ ഇത് പുറത്തേക്ക് വലിച്ചു വെക്കാൻ ഞങ്ങൾ നിർബന്ധിച്ചത്. ചീക്കോട്ടുകാരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുക എന്നൊക്കെ പറയേണ്ടി വന്നത്. പക്ഷെ പൊതുജനം ഇതൊക്കെ മനസ്സിലാക്കണമല്ലോ. വിവാദങ്ങൾ ഉണ്ടാക്കരുത്. ഇവിടെ അച്ചടക്കത്തിലും സമസ്തയെ അംഗീകരിച്ചും അനുസരിച്ചും മുന്നോട്ട് പോകണം. ഉമറാക്കളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പാണക്കാട് തങ്ങന്മാരെ തെറ്റിദ്ധരിപ്പിക്കരുത്. മുസ്ലിം ലീഗിന്റെ നേതാക്കളെ തെറ്റിദ്ധരിപ്പിക്കരുത്. എന്നിട്ട് ഈ കളവുകൾ ഇവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഞാനാ പറഞ്ഞത്, മുസ്ലിം ലീഗിന്റെ പല നേതാക്കൾക്കും ഇവരെ വിളിച്ചു പറഞ്ഞു കൊടുക്കുക. ഒരു നേതാവ് അബ്ദുസ്സലാം ബാക്കി ഉസ്താദിനെതിരെ പച്ചയായി ചീത്ത വിളിച്ചു പറയുന്നത് പോലെ പറഞ്ഞു. സയ്യിദ് ഉലമക്കെതിരെ പലരും പറയുന്നു. പല ആരോപണങ്ങൾ ഇവരുടെ നേതാക്കൾക്കെതിരെ ഞങ്ങൾ അന്വേഷിക്കാറുണ്ട് ഇവരോട്. അപ്പൊ അവര് പറയാ അത് ഇന്ന ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞതാണ്. അതാരാ? ഇങ്ങനെയുള്ള ആളുകളാ. ഇവരിങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് കലാപുണ്ടാക്കുക. ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവും. നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇതൊന്നും ചില ആളുകളൊക്കെ ഒരു സ്വപ്നം, ഇതൊക്കെ തകരാൻ പോവുകയാണ്, സമസ്ത രണ്ടാകാൻ പോവുകയാണ്. ഒന്നും ഉണ്ടാവില്ല. പാണക്കാട്ടെ തങ്ങന്മാരൊക്കെ സമസ്തക്കെതിരെ ഒന്നും ഉണ്ടാവാൻ പോണില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും അവരുടെ തെറ്റിദ്ധാരണകളൊക്കെ തീരുമ്പോൾ സമസ്തയുടെ കൂടെ വരും. അങ്ങനെയുള്ള ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാത്തിരുന്ന് കാണാം. ഈ കുതന്ത്രശാലികൾ ഒറ്റപ്പെടും. സമസ്തയെ തകർക്കാൻ വരുന്ന ആളുകൾ ഒറ്റപ്പെടും. നിങ്ങൾ എഴുതി വെച്ച
സംഭവിച്ചോ അതൊക്കെ കാത്തിരുന്ന് കാണാം. കുതന്ത്രങ്ങൾ അവസാനിപ്പിച്ച് സമസ്തയുടെ കൂടെ നിന്നാൽ അത്രയും നല്ലത്. അതെല്ലാവർക്കും നല്ലതാ, അതെല്ലാവർക്കും നല്ലതാ, അത്രേ പറയുന്നുള്ളൂ. അതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഭരണഘടനാ മാറ്റം ഇനി ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ആരെങ്കിലും പോയിക്കോളി, വിവരാവകാശ നിയമപ്രകാരം പോയാൽ ഈ CIC-യുടെ ഭരണഘടന മലപ്പുറത്തെ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് കിട്ടും. പഴയ ഭരണഘടനയുടെ കോപ്പിയും. എന്നിട്ട് തിരുത്തിയോ ഇവര് പറയാ തിരുത്തി, സമസ്ത പറഞ്ഞ പ്രകാരം തിരുത്തിന്ന് കളവ് പറയല്ലേ, സമസ്ത പറഞ്ഞതൊക്കെ അംഗീകരിച്ചത് കളവ് പറയല്ലേ. അത് അംഗീകരിച്ചാ പിന്നെ ഇപ്പൊ നിലനിൽക്കുന്ന ഭരണഘടന അതുണ്ടാവുക? നിങ്ങളിതൊക്കെ മാറ്റി രജിസ്റ്റർ ചെയ്തു. ആ ഭരണഘടന ഇപ്പൊ നിലനിൽക്കുന്നത് അത് മാറ്റി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ജനങ്ങളെ കളവ് പറഞ്ഞ് വഞ്ചിക്കരുത്. ഇതൊക്കെ അംഗീകരിച്ച സമസ്ത പിന്നെ ഇതിന് പുറകെ കൂടോ? പിന്നെ പറഞ്ഞു വാഫി ദർശനവുമായി ബന്ധപ്പെട്ട് വാഫികൾ നടത്തുന്ന സ്പോർട്സ് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ കുപ്രചാരണങ്ങളുമായി ബന്ധപ്പെട്ട് 7 കാര്യങ്ങളിൽ സമസ്ത പറഞ്ഞപ്പോ അങ്ങനെ അപ്പടി അംഗീകരിച്ചു. പറച്ചിലും കേട്ടോ നമുക്ക് തോന്നിപ്പോകും പിന്നെ സമസ്തയാണ് തെറ്റ് ചെയ്തത്. ഇവര് പറയുന്നതാ സമസ്ത പറഞ്ഞതൊക്കെ അംഗീകരിച്ചു, ഇവര് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇതാണല്ലോ ആ വീഡിയോയിൽ പറയുന്നത്. ഞങ്ങൾക്കും അതാ ചോദിക്കാനുള്ളത്. പിന്നെ എന്താ പ്രശ്നം അവസാനിക്കാതിരുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മധ്യസ്ഥന്മാര് ഇടപെട്ട് നിരന്തരം ചർച്ചകൾ നടത്തി 9 തീരുമാനങ്ങൾ എഴുതിണ്ടാക്കിയത്? തീരാത്ത വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടല്ലേ. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ തീർന്നിട്ടില്ല, മുഴുവനായി തീർന്നിട്ടില്ല. ഞാനത് ഇൻഷാ അല്ലാഹ് വളരെ വേഗത്തിലൊന്ന് ഓടിച്ച് പറയുകയാണ്. പലപ്പോഴും മുമ്പ് പറഞ്ഞ പക്ഷെ പല ആളുകളും അതൊക്കെ മറന്നുപോയി. അതുകൊണ്ടത് പറയേണ്ടി വരികയാണ്. ഇവിടെ സംഭവിച്ചത് എന്താ? നമ്മളിപ്പോ ഒരു കാര്യത്തിന്റെ അവസാന ഭാഗത്ത് പഴയ ചരിത്രങ്ങളൊക്കെ ഒരുപാട് പറയുകയാണെങ്കിൽ ഇതിനേക്കാൾ വലുത് ഞങ്ങൾക്കും പറയാനുണ്ട്. എന്തൊക്കെയാ സംഭവിച്ചത്, ചർച്ചകൾ എന്തൊക്കെയാണൊക്കെ. ഇപ്പൊ ഏറ്റവും പുതിയൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. 2 വാഫികള്, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഡോക്ടർ അബ്ദുൽ ബർ വാഫി, പിന്നെ അലി ഹുസൈൻ വാഫി, വേറൊരാള് ഒരു ആങ്കറുമായിട്ട് ഒരു ചർച്ച അതിങ്ങനെ പറഞ്ഞിട്ട് അതിലിപ്പോ അവസാനം അവർ പറഞ്ഞു വെച്ചത് എന്താ? മധ്യസ്ഥന്മാർ. ഇപ്പൊ മധ്യസ്ഥന്മാർക്ക് കുഴപ്പം അത് നിങ്ങൾ വ്യക്തമാക്കണം. മധ്യസ്ഥന്മാർക്കാണോ ഇപ്പൊ കുഴപ്പമില്ല? അത് പറഞ്ഞത് മധ്യസ്ഥന്മാര് ഇന്നേ വരെ 2 വിഭാഗത്തെയും കൂട്ടിയിരുത്തി ചർച്ചക്ക് തയ്യാറായിട്ടില്ല. അപ്പൊ പ്രശ്നം തീരുന്ന. അപ്പൊ മധ്യസ്ഥന്മാർക്കാ കുഴപ്പം? മധ്യസ്ഥന്മാരോട് ഞങ്ങൾ പറയുമ്പോ പറയാം അത് കൂടി ഇരിക്കാന്ന് പറയാണ്. ഇപ്പൊ അവസാനം മധ്യസ്ഥന്മാർക്കെതിരെ കുതിര കയറാം, മധ്യസ്ഥന്മാരെ കുറ്റപ്പെടുത്തുക. അതിൽ അവസാനം പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുന്നുണ്ട് 9 നിർദ്ദേശങ്ങള് ഞങ്ങൾ എഴുതി കൊടുത്തു, അത് കളവാണ്. മലയാളത്തിലാ പറയുന്നത്. എന്റെ കയ്യിൽ 2ന്റെയും കോപ്പി ഉണ്ട്, നിങ്ങൾക്കും ആവശ്യമാണെങ്കിൽ തരാം. അതൊക്കെ ഇൻഷാ അല്ലാഹ് ചർച്ചയിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ കൊണ്ടുവരാം. 9 കാര്യങ്ങൾ മധ്യസ്ഥന്മാരെ തയ്യാറാക്കുന്നത് സമസ്തയല്ല. സമസ്തയുടെ നേതാക്കളും മധ്യസ്ഥന്മാരും കൂടിയിരുന്ന് തയ്യാറാക്കുന്നത് സമസ്ത മുശാവറ അംഗീകരിച്ചു. അത് അതേപോലെ CIC അംഗീകരിച്ച പ്രശ്നം അവസാനിക്കുമായിരുന്നു. അതിന് പകരം ആ 9 കാര്യങ്ങൾക്ക് വിലങ്ങായിട്ട് 7 നമ്പർ ഇട്ടിട്ട് അവര് എഴുതി. അല്ലാതെ 9 കാര്യം അംഗീകരിച്ചിട്ടില്ല. ഈ അഭിമുഖത്തിൽ പറയാം 9 കാര്യം ഞങ്ങൾ അംഗീകരിച്ചു, ഒപ്പിട്ട് കൊടുത്തു എന്നാ പറയുന്നത്. അയാൾ അങ്ങനെ പറയുന്ന വാക്കുണ്ട്. സെക്രട്ടറിമാർ ഒപ്പിടണം എന്ന് പറഞ്ഞു, അത് മാറ്റി. സെക്രട്ടറിമാർ വ്യക്തിപരമായി ഒപ്പിട്ടു. ഇനിയും മാറ്റേണ്ടി വരുമെന്നും തോന്നിയ സന്ദർഭത്തിൽ ആദ്യം ഒരാൾ ഒപ്പിട്ട് കൊടുക്കും, പിന്നെ അത് വേണ്ടെന്ന് പറയും, അപ്പോ പലരും ഒപ്പിട്ട് കൊടുക്കും. ഇങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു കുറെ ഒപ്പിന്റെ കാര്യം പറയുന്നു. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സമസ്ത പറഞ്ഞോ അങ്ങനെ? ഏതെങ്കിലും രേഖ കൊണ്ട് നിങ്ങൾ തെളിയിക്കോ? സമസ്ത പറഞ്ഞോ നിങ്ങൾ എല്ലാ സെക്രട്ടറിമാരും എഴുതി ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞോ? അതെവിടെയാ പറഞ്ഞത്? രേഖാമൂലം നിങ്ങൾ തെളിയിക്കണം. നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. കുറെ ഒപ്പിന്റെ കാര്യം പറഞ്ഞിട്ടു. സെക്രട്ടറിമാർ ആ ഒപ്പ് പോരാ, ഈ ഒപ്പ് പോരാ. സമസ്ത ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഒക്കെ ഞങ്ങളുടെ കയ്യിൽ രേഖ ഉണ്ട് കുട്ടികളെ. അതിന്റെ രേഖ എന്താണ്? സമസ്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒറിജിനൽ CIC ലെറ്റർ പേഡ് അല്ലാത്ത വേറെ ലെറ്റർ പേഡിൽ കത്ത് കൊടുത്തു. ഇതൊക്കെ സമസ്തക്ക് അറിയാലോ. ഒരു സംഘടനക്ക് ഒരു ഔദ്യോഗിക ലെറ്റർ പേഡ്, ഏറ്റവും പുതിയ ലെറ്റർ പേഡ് ഉണ്ടാവും. അതിൽ കൊടുക്കേണ്ടതിന് പകരം സീല് വെക്കാതെ ഒപ്പിടാതെ ഒറിജിനൽ ലെറ്റർ പേഡ് അല്ലാതെ മുഷാവറക്കായി ഇത് കൊടുക്കും. മുഷാവറയാണ് ചതിക്കുന്നത്, വഞ്ചിക്കുന്നത്. മുഷാവറ അത് കണ്ടുപിടിച്ച് നിരാകരിച്ചു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നിർണായകമായ കാര്യങ്ങൾ മുഷാവറ പറയാറുണ്ട്. കേവലം ജനറൽ സെക്രട്ടറി മാത്രം ഒപ്പിട്ട് തന്നാൽ പോരാ, അത് നിങ്ങളുടെ യോഗം തീരുമാനിക്കണം. പിന്നെ അവർ അത് പറയും. തങ്ങളെ അതാ വലിയ രസം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ CIC-യുടെ ലെറ്റർ പേഡിൽ CIC-യുടെ ചെയർമാൻ എന്ന പേരിൽ തങ്ങൾ എഴുതി ഒപ്പിട്ട് സമസ്തക്ക് സമർപ്പിച്ചത് ഇവർ അംഗീകരിച്ചിട്ടില്ല. അപ്പൊ പിന്നെ സമസ്ത പറഞ്ഞു തങ്ങൾ എഴുതി ഒപ്പിട്ട് തന്നാൽ അംഗീകരിക്കാത്ത ആളുകൾ അവര്. ഇതൊക്കെ രേഖയുണ്ട്. തങ്ങൾ എഴുതി ഒപ്പിട്ട് നിബന്ധനകൾ അംഗീകരിച്ച രേഖ. പക്ഷെ അത് ഇവർ അംഗീകരിക്കൂല. സെനറ്റ് കൂടി അവര് പിന്നെ
വാക്ക് മാറും. അപ്പൊ സമസ്ത പറഞ്ഞു, എന്ത് ഒരു കാര്യം തീരുമാനിച്ച പിന്നെ വാക്ക് മാറുക എന്ത് വേണം? നിങ്ങൾ അത് സെനറ്റ് കൂടണം, സിൻഡിക്കേറ്റ് കൂടണം, എന്നിട്ട് അത് ഔദ്യോഗികമായി തീരുമാനിച്ച് അവിടെ നിങ്ങൾ മിനിസ്റ്റർ രേഖപ്പെടുത്തണം. അതിനുശേഷം ഔദ്യോഗിക ലെറ്റർ പേഡിൽ ഒപ്പിട്ട് സീൽ വെച്ച് തരണം. അതൊരു പ്രോട്ടോകോൾ അല്ലേ, എന്നാലല്ലേ അത് പിന്നെ നിഷേധിക്കാതിരിക്കുള്ളൂ. അത് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഇതിങ്ങനെ കളിപ്പിക്കുന്നത് പോലെയൊന്നും സമസ്ത പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, അവസാനം പറയാണ്, അത് പോരാ, എല്ലാവരും ഒപ്പിടണം എന്ന് പറയും, എല്ലാവരും ഒപ്പിട്ട് കൊടുക്കും. എന്നിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമ്മളങ്ങനെ ബുദ്ധിമുട്ടിക്കാണെന്ന് തോന്നി. എന്നിട്ട് പറഞ്ഞു, അപ്പൊ മധ്യസ്ഥന്മാരോട് തന്നെ പറഞ്ഞു നിങ്ങൾ ഒപ്പിട്ട് തരണം. എന്നിട്ട് മധ്യസ്ഥന്മാർ ഒപ്പിട്ട് കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. അതായി പറയുന്നത് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് ഇവർ ഒപ്പിടിച്ചു. ഏത് 9 തീരുമാനത്തിന് എതിരായി വിലങ്ങനെ നിന്ന 7 തീരുമാനങ്ങൾ എഴുതി കൊടുത്തപ്പോ അതിൽ തങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചു. അതാണ് വലിയ തെളിവായിട്ട് ഞങ്ങളുടെ ഫയലിലുണ്ട് എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കുന്നു അത് നിങ്ങൾ തങ്ങളെ ചതിച്ചതാണ്, പറ്റിച്ചതാണ്. തങ്ങൾ ഉൾപ്പെടെ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ പ്രശ്നം തീർക്കാൻ വേണ്ടി 9 തീരുമാനങ്ങൾ എഴുതി തയ്യാറായി. അത് സമസ്ത അപ്പടി അംഗീകരിച്ചപ്പോ അതേപോലെ നിങ്ങളും അപ്പടി അംഗീകരിക്കുമായിരുന്നു വേണ്ടത്. അംഗീകരിക്കാൻ പറ്റാതെ എന്താ അതിലുള്ളത്? ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറയാം, ഇത് വിനയത്തോടെ ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയല്ല, പ്രശ്നം തീർക്കാൻ വേണ്ടിയാ പറയുന്നത്. കഴിഞ്ഞു പോയതൊക്കെ കഴിയട്ടെ. 2017-18 കാലത്ത് തുടങ്ങിയ ഈ വിവാദം 2026 അവസാനിച്ചിട്ടില്ല. അവസാനിക്കണ്ടേ? അവസാനിക്കണം. CIC സമസ്തയുടെ കൂടെ വരണ്ടേ? വരണം. ഇപ്പൊ ഒരു പുതിയ പ്രചരണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ സയ്യിദുൽ ഉലമ അക്കീം ഫൈസിയെ അങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കണമെന്ന് ആ എഴുത്ത് ചില വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചില ആളുകൾ ഇട്ടത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുന്നത് സയ്യിദുൽ ഉലമ ആകെ ബേജാറായ പോലെ. എന്നാൽ അക്കീം ഫൈസൻ അങ്ങോട്ട് കാല് പിടിച്ചിട്ട്, അക്കീം ഫൈസി നിങ്ങളൊന്ന് വരി, അങ്ങോട്ട് ഫോൺ ചെയ്തു, നിങ്ങളൊന്ന് വരി, പ്രശ്നങ്ങളൊക്കെ തീർക്കണ്ടെന്ന് പറഞ്ഞു എന്നൊക്കെയാണ്. അത് സയ്യിദുൽ ഉലമ പറഞ്ഞാൽ അത് തെറ്റായതുകൊണ്ടല്ല, ഒരു പ്രശ്നം തീർക്കാൻ അതൊക്കെ പറയുന്ന ഒരു മാന്യതയായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ചെയ്താൽ സയ്യിദുൽ ഉലമ അങ്ങോട്ട് പ്രശ്നം തീർക്കാൻ വേണ്ടി അക്കീം ഫൈസിനെ വിളിച്ച് അക്കീം ഫൈസി CIC പ്രശ്നമൊക്കെ തീർക്കുന്നത് നമ്മൾ ഒന്നായി പോകുന്നത് തങ്ങൾ പറഞ്ഞൊരു കുറച്ചിലല്ല, അത് അഭിമാനം തന്നെയാണ് ഞങ്ങൾക്ക്. സയ്യിദുൽ ഉലമ ഞങ്ങളുടെ നേതാവാണ്. പക്ഷേ സയ്യിദുൽ ഉലമയുടെ പേരിൽ കളവ് പറയരുത്. വിഷയം ഉണ്ടായത് എന്താണ്? ഈ അടുത്ത് അബ്ദുൽ അക്കീം ഫൈസി ആദർശേരി തങ്ങൾ ഉസ്താദിനെ അങ്ങോട്ട് വിളിച്ചു. യാത്രയൊക്കെ കഴിഞ്ഞ് തങ്ങളെ യാത്രയൊക്കെ ഞാൻ കണ്ടു, നല്ല ഉഷാറായി. തങ്ങളെ യാത്രയൊക്കെ അഭിനന്ദിച്ചു. നല്ല കാര്യം, എല്ലാവരും അഭിനന്ദിക്കാറുണ്ടല്ലോ. എന്നിട്ട് തങ്ങളൊന്ന് കാണണം എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു കാണാം, പക്ഷെ ഇപ്പൊ സമ്മേളന തിരക്കലൊക്കെ കഴിയട്ടെ എന്ന് തങ്ങൾ പറഞ്ഞു. നമുക്ക് സംസാരിക്കാം. ഇതിനെ വളച്ചൊടിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ 2 നേതാക്കൾ തമ്മിൽ ഫോൺ ചെയ്തത്? നിങ്ങൾ എന്തിനാ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കുന്നത്? നമുക്കിത് പറയേണ്ടി വരുന്നത് ഇത് വെച്ചിട്ട് തങ്ങൾ ഉസ്താദിനെ അപമാനിക്കാൻ വരുമ്പോ ഞങ്ങളിത് പരസ്യമായി പറയും. തങ്ങൾ ഉസ്താദ് സമസ്തയുടെ ഇസ്സത്തുള്ള നായകനാണ്, സയ്യിദുൽ ഉലമയാണ്, പ്രസിഡന്റാണ്. തങ്ങളെ വഷളാക്കാൻ ഏത് പേനയുണ്ടികള്, അത് വാസികളാണെങ്കിലും ഹുദവികളാണെങ്കിലും ആരാണെങ്കിലും ഞങ്ങളത് പറയും. ഏതൊരു ഹുദവി പറഞ്ഞു എന്ന് വേണ്ട ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത്. ഹുദവി പറഞ്ഞല്ലേ എന്ന് എനിക്കറിയില്ല. അതൊക്കെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് തങ്ങൾ ഉസ്താദിനെ ചെറുതാക്കാമെന്ന് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കണ്ട. ആ തങ്ങൾ ഉസ്താദിനും സമസ്തക്കും പ്രൊട്ടക്ഷൻ നിൽക്കാൻ തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. എന്നിട്ട് കളവ് പ്രചരിപ്പിക്കാം. ഇപ്പൊ എന്താ വിഷയം എന്നറിയോ? ഇവർക്ക് വരുത്തി തീർക്കണെന്ത്? 100ാം വാർഷികം ഞങ്ങളാണ് വിജയിപ്പിച്ചത്. അപ്പോ അക്കീം ഫൈസിനെ തങ്ങൾ ഉസ്താദ് വിളിച്ച അവസാന ദിവസം സമ്മേളനം തുടങ്ങാൻ പോകുന്നതിന്റെ തൊട്ട് മുമ്പ് വിളിച്ചിട്ട് അക്കീം ഫൈസി പ്രശ്നമൊക്കെ തീർക്കണം. അപ്പൊ പിന്നെ ആ വിളിയോടുകൂടെ ഞങ്ങളൊക്കെ സമ്മേളനത്തിന് വന്നു. ഞങ്ങളാണ് സമ്മേളനം വിജയിപ്പിച്ചത്. 8 കാല് വന്നു, നീ ചമയാൻ വരണ്ട, അത് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങളൊക്കെ മാറി നിന്നാലും നിങ്ങളൊക്കെ ബഹിഷ്കരിച്ചാലും സമസ്തയുടെ 100ാം വാർഷികം അതൊരു മഹാചരിത്രമായി മാറുക തന്നെ ചെയ്യും. നിങ്ങൾ പലരും ബഹിഷ്കരിച്ചിട്ട് സയ്യിദുൽ ഉലമ യാത്രയ്ക്ക് എന്താ ഉണ്ടായത്? കന്യാകുമാരിയിൽ യാത്ര തുടങ്ങി, തിരുവനന്തപുരത്ത് വന്നു. ചില സ്ഥാപനങ്ങൾ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തില്ലേ? കുട്ടികളെ മുടക്കിയില്ലേ? പലതും ചെയ്തില്ല. ഇതിനിടയ്ക്ക് ആരൊക്കെയാണ് ഈ കേന്ദ്രങ്ങളിൽ 19 കേന്ദ്രങ്ങളിൽ 10 ദിവസത്തെ യാത്രയിൽ സഹകരിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. പലരും ബഹിഷ്കരിച്ചു. സയ്യിദുൽ ഉലമയുടെ യാത്ര ഗംഭീരമായി. ഇനി അതിന്റെ പേറ്റന്റ് എടുക്കാൻ ആരും വരേണ്ടതില്ല. അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മേഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാല് മേഡ് ഇൻ ജപ്പാൻ എന്ന് പറഞ്ഞ സീലടിക്കാൻ ആരും വരണ്ട. ചൈനക്കാരന്റെ പ്രൊഡക്റ്റില് മേഡ് ഇൻ ജപ്പാൻ എന്ന സീലടിക്കാൻ ആരും വരണ്ട. നിങ്ങളാ മാറി നിന്നാലും ആര് ബഹിഷ്കരിച്ചാലും. പക്ഷെ മാറി നിൽക്കണമെന്ന് നമ്മൾ പറയുന്നില്ല.
നിങ്ങൾ വന്ന് കാണണം, അതാ പറയുന്നത്, നിങ്ങൾ വന്ന് കാണണം. പക്ഷേ സമസ്ത 100% സമസ്തയെ സ്നേഹിക്കുന്നവർ മാത്രം അവിടെ വന്നാൽ അതൊരു മഹാചരിത്രമായി മാറും. അത് ഉറപ്പല്ലേ? പിന്നെ ഇപ്പൊ ഇതിനു വേണ്ടി കുതന്ത്രാണ്. ആ കുതന്ത്രൊന്നും ആ പരിപ്പൊന്നും വേവില്ല എന്ന് മാത്രം ഉണർത്തുക. അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കളെ അപമാനപ്പെടുത്താനൊന്നും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പേനൊന്നും തണ്ട. ഇതൊക്കെ നമുക്ക് തീർക്കണം. അത് ഏത് രൂപത്തിലും നമുക്ക് തീർക്കാം. പക്ഷേ അത് നിങ്ങൾ സംവാദത്തിന്റെ വെല്ലുവിളിയാണെങ്കിൽ അത് ഔദ്യോഗികമായിരിക്കണം. അവിടേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമല്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ നേതാക്കൾ തീർക്കും. അതൊക്കെ തീർക്കാൻ കഴിവുള്ള നേതൃത്വം ഉണ്ടല്ലോ. മധ്യസ്ഥന്മാര് നല്ല പ്രഗത്ഭരായ ആളുകളല്ലേ. പക്ഷെ നിങ്ങളൊന്ന് ഒതുങ്ങിയാൽ മതി. നമ്മൾ സമസ്തക്ക് കീഴ്പ്പെടല്ലേ വേണ്ടത്? ഞാനത് പറയാം. ഇനി നിങ്ങളാ പറയുന്നത് പൊതുസമൂഹം. മധ്യസ്ഥന്മാര് സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ആരിഫ് ഹുസൈൻ തങ്ങൾ MLA ഉൾപ്പെടെയുള്ള മധ്യസ്ഥന്മാര്, സയ്യിദുൽ ഉലമ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമി MT ഉസ്താദ് ഉൾപ്പെടെയുള്ള സമസ്തയുടെ നേതാക്കള് അവരംഗീകരിച്ച, അതൊന്ന് പെട്ടെന്ന് ഓടിച്ചു വായിക്കാം, സമയം വൈകിയില്ലേ. ഒന്ന്, വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ്. ഇതിൽ ആർക്കാ തർക്കമുള്ളത്? സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വഫിയ സംവിധാനം നടത്തണം. നമ്മുടെ അഭിപ്രായമല്ലേ? എതിരഭിപ്രായമുള്ള ആളുകൾ ആരുള്ളത്? സമസ്തയുടെ കീഴിൽ വളർന്നൊരു സംവിധാനം അങ്ങനെ തന്നെയല്ലേ പോകേണ്ടത്? ഇപ്പോ അക്കീം വൈസ് പ്രഖ്യാപിച്ചതുപോലെ ഞങ്ങൾ പുതിയ കുട്ടികളെ ചേർക്കുമ്പോൾ സുന്നികളല്ലാത്ത കുട്ടികൾക്കും അഡ്മിഷൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അപ്പൊ പറയണത്. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് സമസ്തയുടെ കീഴിലാവണമെന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾ ചിന്തിക്കുക. പട്ടിക്കാട് ജാമ്യയിൽ ഒരു കുട്ടിയെ ചേർക്കുമ്പോ SKSL ഒപ്പ് വാങ്ങും. സുന്നിയെന്ന് മാത്രം തെളിയിച്ചാൽ പോരാ, സമസ്തയാണെന്ന് തെളിയിക്കണം. സനത് വാങ്ങുമ്പോ പിന്നെയും കത്ത് വാങ്ങും. ദാറുലുദയിലേക്ക് കുട്ടികളെ ചേർക്കുമ്പോ സമസ്തയുടെ 5ാം ക്ലാസ് പാസ്സായ കുട്ടികളാവണം. അവിടെയും സനത് കൊടുക്കുമ്പോഴും മറ്റുമൊക്കെ സമസ്തക്കാരനാണെന്ന് ബോധ്യപ്പെട്ട് സമസ്തയുടെ കീഴ്ഘടകങ്ങൾ SYS SMF ഒക്കെ ഒപ്പിട്ട് കൊടുക്കണം. എല്ലാ സ്ഥാപനങ്ങളും അങ്ങനെയല്ലേ? സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനങ്ങൾ സുന്നികളായാൽ മാത്രം പോരാ, സമസ്തക്കാരാവണം. എന്നാലേ ആ കുട്ടികൾക്ക് അവർ പഠിപ്പിക്കൂ, സനത് കൊടുക്കും. സമസ്തക്കാരുണ്ടാക്കാനല്ല ഈ സ്ഥാപനങ്ങൾ. അങ്ങനത്തെ വാഫി വഫിയ സ്ഥാപനത്തിൽ സുന്നികളല്ലാത്ത കുട്ടികളും ചേർക്കുന്നു പറഞ്ഞാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ട സമസ്ത പറഞ്ഞത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നിൽക്കണം. അത് ഇവർ അംഗീകരിക്കാൻ തയ്യാറല്ല. 2, വാഫി വഫിയ സംവിധാനത്തിലെ അക്കാദമികമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി മാത്രം നടത്തപ്പെടേണ്ടതാണ്. എല്ലാ സ്ഥാപനങ്ങൾക്കും 20-ലധികം നിർദ്ദേശങ്ങൾ സമസ്ത കൊടുത്തു. അത് ഇവർക്കും കൊടുത്തു. ജാമ്യ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങളും അംഗീകരിച്ചു. ഇവരോട് അംഗീകരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ 3-ാമത്തെ കാര്യം, മേൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് സമസ്ത നിയോഗിക്കുന്ന സമിതിയുമായി എല്ലാ വാഫി വഫിയ സ്ഥാപനങ്ങളും സഹകരിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസമുണ്ടോ? 4-ാമത്തെ കാര്യം, മേൽ കാര്യങ്ങൾക്ക് വിരുദ്ധമായവ CACയുടെ നിയമാവലിയിൽ എന്ന് പറഞ്ഞ ഭരണഘടനയിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. ഭരണഘടന അതിനനുസരിച്ച് മാറ്റണം എന്നർത്ഥം. ഇത് അവസാനം കൊടുത്തതാ. ഭരണഘടന നേരത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് കൊടുക്കുക. പിന്നെ മേൽക്കാര്യങ്ങൾക്ക് CIC സെനറ്റ് അംഗീകരിച്ച് അക്കാര്യ രേഖാമൂലം സമസ്തയെ അറിയിക്കേണ്ടതാണ്. ഇത് സംബന്ധമായ തീരുമാനം 6/6/2023 ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കുന്നതാണ്. CIC സംബന്ധമായി വാഫി വഫിയ സംവിധാനവുമായി ഏതെങ്കിലും തർക്കമുണ്ടായാൽ ആ വിഷയത്തിൽ അന്തിമ തീരുമാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുശാവറക്കായിരിക്കുന്നതാണ്. ആർക്കാ തർക്കമുള്ളത്? നമ്മുടെ മഹലിൽ തർക്കമുണ്ടായാൽ, നമ്മുടെ ഒരു സ്ഥാപനത്തിൽ തർക്കമുണ്ടായാൽ നമ്മൾ അവസാനം പറയില്ല. അവസാനം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ചില ആധാരങ്ങളിൽ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന്റെ അവസാനം അന്തിമ തീർപ്പ്, ഇതിന്റെ അവകാശം സമസ്തക്കാണ്. സമസ്ത മുശാവറ നമ്മുടെ അവസാന വാക്കല്ലേ? ആർക്കാ അഭിപ്രായ വ്യത്യാസമുള്ളത്? പിന്നെ CIC സംബന്ധമായും 8-ാമത്തത് മേൽ ക്ലോസ് CICയുടെ നിയമാവലിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതായത് ഈ തർക്കമുണ്ടായാൽ സമസ്തയാണ് തീർക്കുക എന്നത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തണം. 9-ാമത്തെ കാര്യം, CIC സെനറ്റിലും സിൻഡിക്കേറ്റിലും സമസ്ത മുശാവറ നിർദ്ദേശിക്കുന്ന പ്രതിനിധികളെ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇത് ഇവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവര് ഇതിന് നേരെ ഇത് എങ്ങനെ വ്യാഖ്യാനിച്ചറിയോ? ഈ 1-ാമത്തെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ബാക്കി 7 കാര്യങ്ങളിൽ അവർ 1-ാമത് എഴുതി കൊടുത്തെന്താണെന്നറിയോ? അതായത് സമസ്തയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് സമസ്തയും മധ്യസ്ഥന്മാരും പറഞ്ഞപ്പോ ഇവർ വിലങ്ങടിച്ചിട്ട് എഴുതി കൊടുത്തത് എന്താ? വാഫി വഫിയ സംവിധാനം പൂർണ്ണമായും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ച് നടത്തപ്പെടുന്നതാണ്. സമസ്ത അംഗീകരിക്കൂല. മനസ്സിലായില്ല? അതേ പോയിന്റ്. വളഞ്ഞ ബുദ്ധിയാ. സമസ്ത അംഗീകരിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും. അതേതാ? ഇവർ പിന്നെ വേറെ വാക്ക് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഭരണഘടനയിലൊക്കെ അവർ ചേർത്തിട്ടുണ്ട്. സമസ്ത അംഗീകരിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം അനുസരിച്ച് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. അപ്പൊ ഈ ക്ലോസ് പ്രകാരം സമസ്തക്കാരല്ലാത്ത ആളുകളെയും അംഗീകരിക്കാം. സമസ്തയുടെ മുശാവറയെ അംഗീകരിക്കൂല. അത് ഇവർ സമ്മതിക്കണില്ല.
സുന്നികളാവുന്ന അല്ല നമ്മൾ പറയണില്ലല്ലോ. പിന്നെ ഇവർ വിദഗ്ധമായ പ്രചരണം ഷാഫി ഹനഫി ഹംബലി മാലിക് അത് അവർ അംഗീകരിക്കും. നിങ്ങൾ അംഗീകരിക്കുന്നു, ആര് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? അശരി മാത്തുരുത് രണ്ടാം വിശ്വാസത്തിനെ അംഗീകരിക്കുന്നു, ആരാ ഇല്ലാന്ന് പറഞ്ഞത്? സമസ്ത അവർ അത് മാത്രമല്ല, ആ അടിത്തറയിലുള്ള സമസ്ത കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആ സമസ്തയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകണം. ആ സമസ്ത മുശാവറയുടെ തീർപ്പ് അന്തിമമാവണം. തർക്കമുണ്ടായാൽ ആ സമസ്ത തീരുമാനം പറയുന്നത് അംഗീകരിക്കണം. ഇത് മധ്യസ്ഥന്മാർ പറഞ്ഞതാണ്, മധ്യസ്ഥന്മാർ എഴുതുണ്ടാക്കിയതാണ്. ഇത് അംഗീകരിക്കാൻ തയ്യാറാവാതിരുന്നതാണ് പ്രശ്നം. അതുകൊണ്ട് സമസ്തയെ അംഗീകരിക്കണം, അത് അഭിമാനത്തോടെ മനസ്സിലാക്കാം. അതല്ലാതെ സമസ്തക്കൊരു റൈറ്റും ഇല്ല പ്രഖ്യാപിച്ചില്ലേ അതിന്റെ സെക്രട്ടറി? സമസ്തക്കൊരു റൈറ്റും ഇല്ല, സമസ്ത ഒരു ബന്ധമില്ല, സമസ്തയുടെ ഒരു നിർദ്ദേശം സ്വീകരിക്കേണ്ട കാര്യമില്ല, അതായത് സൊസൈറ്റി സ്വതന്ത്ര രജിസ്റ്റേർഡ് സംഘടനയാണെന്നൊക്കെ പ്രഖ്യാപിച്ചില്ല. അതൊക്കെ എല്ലാവരും കേട്ടതല്ലേ? അവർക്ക് സ്വതന്ത്രമാണ്, അതാ പ്രശ്നം. സ്വതന്ത്രമായി പോയിക്കോളൂ, ആർക്കാ പ്രയാസമുള്ളത്? പക്ഷേ ഇപ്പൊ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്താണ്? ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എങ്ങനെയെങ്കിലും ഈ സംവിധാനത്തെ സമസ്തയുടെ കൂടെ നിർത്താൻ, ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയാണ്. ഏറ്റവും അവസാനം സമസ്ത മുശാവറ പറഞ്ഞത് എന്താണ്? ഇപ്പോ ഉള്ള തീരുമാനം ഇങ്ങനെയാണ്, ഒരു ബന്ധമില്ല, CIC-യുമായി യാതൊരു ബന്ധമില്ല സമസ്തക്ക്. CIC സമസ്തയുടെ പുറത്താണ്, സമസ്ത അവർക്കെതിരായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഈ 9 കാര്യങ്ങൾ മധ്യസ്ഥന്മാരെടുത്ത ഈ തീരുമാനം ഏത് നിമിഷമാണോ അവർ അംഗീകരിക്കാൻ തയ്യാറാകുന്നത്, ആ തയ്യാറാകുമ്പോൾ ഈ പ്രശ്നം അവസാനിക്കും. ഏറ്റവും പുതിയ വീഡിയോയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇവര് പറയുന്നത് എന്താണ്? ഈ 9 നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ എത്തിയില്ല എന്നൊക്കെ വിവാദങ്ങളുണ്ട്, അത് എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിത്തങ്ങളല്ല എന്ന് പറഞ്ഞ മധ്യസ്ഥന്മാരുടെ തലക്കെട്ട് കൈകഴുകാനാ ഈ വാഫി കുട്ടികൾ ശ്രമം നടത്തുന്നത്. അത് മധ്യസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കല. നിങ്ങൾ മാന്യമായി ഈ തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അവർ 2 ദിവസം മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് എഴുതി, അവരാ ഇതുണ്ടാക്കിയത്, വേറെ ആരും അതിൽ ഇടപെട്ടിട്ടില്ല. ഇത് അപ്പോഴും അംഗീകരിച്ച പ്രശ്നം തീരുമായിരുന്നു. അത് നിങ്ങൾ അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ഈ പുതിയ വീഡിയോയിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മധ്യസ്ഥന്മാരെ അത് എത്തിച്ചില്ലാതെ വിവാദങ്ങൾ എത്തിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല, അവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. അപ്പൊ മധ്യസ്ഥന്മാർ എത്തിച്ചിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. 2 തവണ 2 ഘട്ടങ്ങളിൽ മധ്യസ്ഥന്മാരെയാണ് ഇവർ കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെയല്ല, മധ്യസ്ഥന്മാരെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഈ ഇത്രയും കൊല്ലം നമ്മുടെ ഉസ്താദുമാർ ഇതിന്റെ പേരിൽ വേദനിച്ച് കഷ്ടപ്പെട്ടു ഈ വിവാദങ്ങളുടെ പുറകെ പോയി. കുട്ടികളെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സമസ്തക്ക് വഴിപ്പെടണം. നിങ്ങൾ ഈ മധ്യസ്ഥന്മാരുടെ മുമ്പിൽ തീരുമാനം അംഗീകരിക്കും, അതോടെ പ്രശ്നം അവസാനിക്കും. നമുക്ക് ഒന്നായി മുന്നോട്ട് പോകാം. CIC സമസ്തയുടെ കീഴിൽ വരണം, വാഫി സ്ഥാപനങ്ങൾ സമസ്തയുടെ കീഴിൽ തന്നെ വരണം. നിങ്ങൾ പുറത്തു പോകരുത്. മറ്റുള്ള ഒരു സംവിധാനത്തിനോടും കാണിക്കാത്ത മമതയും ഈ പരിഗണനയും സമസ്ത ഇപ്പോഴും കാണിക്കുകയാണ്. അത് മനസ്സിലാക്കണം. പല ആലുവ തരീഖത്തിന്റെയും തബ്ലീഗിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, അതിനോടൊന്നും സ്വീകരിച്ച നിലപാടല്ല. ഇപ്പോഴും സമസ്ത സഹിഷ്ണുതയോടുകൂടെ ആ ഒരു നിലപാട്, ആ സമസ്തയുടെ നിലപാട്, ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീരണം. ഞാൻ കുറച്ച് ദീർഘിച്ച് പറഞ്ഞു പോയതിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. അത് പറയേണ്ടി വന്നതാണ്. കാരണം ഇതിപ്പോ നിങ്ങളുടെ വേദി, ചീക്കോട്ടെ വേദി ഉപയോഗപ്പെടുത്തേണ്ടി വന്നത് ഇനി നമുക്ക് അവസരങ്ങൾ 100 വാർഷിക പരിപാടികളല്ലേ, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ തെറ്റിദ്ധാരണ ചീക്കോട്ടുകാർക്ക് മാത്രം ബാധകമായതുകൊണ്ടല്ല പറഞ്ഞത്. ഇത് ഇൻഷാ അല്ലാഹ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് ലൈവായിട്ടുള്ള ടെലികാസ്റ്റ് നടക്കുകയാണല്ലോ. എല്ലാവരുടെയും തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്. ഇത് പല ആളുകൾക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കതിൽ വേദന ഉണ്ട്. വെല്ലുവിളി ഏറ്റെടുത്ത പ്രശ്നം, ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നം അല്ലെ? ജനങ്ങളെടുത്ത് എന്തൊക്കെയോ ഭയങ്കര പ്രശ്നം. ഒരു പ്രശ്നമില്ല. നിങ്ങളൊക്കെ സ്വപ്നം കാണുന്നത് പോലെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനും പോണില്ല. നിങ്ങളിൽ ചില ആളുകളുടെ കുതന്ത്രം, നിങ്ങൾക്ക് വഴിപ്പെടുന്ന ഒരു പുതിയ സമസ്ത ഇവിടെ ഉണ്ടാവണം. നിങ്ങളുടെ അയഞ്ഞ സമീപനത്തിനും വിദഗ്ധക്കാരുടെ അവരോടുള്ള മൃദു സമീപനത്തിനും കുറച്ചൊക്കെ പുത്തനാശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമസ്ത ഇവിടെ ഉണ്ടാവണം. അത് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. വരക്കൽ മുല്ലക്കോയ തങ്ങളും ബാങ്കിൽ അഹമ്മദ് ഭട്ട് മുസ്ലിയാരും കുത്തുബി തങ്ങളും അഹമ്മദ് കോയ ഷാലിയാക്കിയും അവരൊക്കെ സ്ഥാപിച്ച സമസ്ത, കണ്ണിയത്തും ശംസുൽ ഉലമയും പാലൂട്ട് തേനൂട്ട് വളർത്തിയ സമസ്ത, ആദർശത്തിൽ കലക്കുവെള്ളം ചേർക്കാത്ത സമസ്ത, സയ്യിദുൽ ഉലമയും ഷെയ്ഖുൽ ജാമിയും ഇപ്പൊ നേതൃത്വം നൽകുന്ന സമസ്ത, ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ കുതന്ത്രത്തിന് വഴിപ്പെടുന്ന ഒരു സമസ്തയെ, ഈ സമസ്തയെ പുലർത്തിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് നിങ്ങൾ സ്വപ്നം കാണേണ്ടതില്ല. അതിന് വേറെ വല്ല സംഘടന ഉണ്ടാക്കി പോവുക എന്നല്ല.
കാണണ്ട, അതിന് ഉമറാക്കൾ കിട്ടുമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട. ഞങ്ങളുടെ നേതാക്കൾ ഈ പ്രശ്നങ്ങളൊക്കെ മാന്യമായി തന്നെ പരിഹരിക്കും. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക്